നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കൗരത്. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ്സിനായിട്ടുള്ളതാണ്. നിങ്ങൾ ഡയഗ്നോസിനായിട്ട് ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നല്ലൊരു എക്സ്പേർട്ടിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുള്ളതാണ്, എങ്ങനെയാണ് ഇവർ ആർഗ്യുമെന്റ്സ് എല്ലാം വിൻ ചെയ്തു പോകുന്നത്. മോസ്റ്റ് ഓഫ് ദ നാർസിസിസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏത് ആർഗ്യുമെന്റിലേക്ക് അവർ ഇൻവോൾവ് ആയാലും ആ ആർഗ്യുമെന്റ് അവർ ജയിക്കും എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും അത് അവരുടെ സൈഡിലേക്ക് അവരാക്കിയെടുക്കും. വിക്ടിമിനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ലെവലിലേക്ക് അവരാക്കിയെടുക്കും എന്നുള്ളത് സാധാരണ നമ്മൾ കാണുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആർഗ്യുമെന്റ് എങ്ങനെയാണ് നാർസിസിസ്റ്റൊക്കെ അവരുടെ രീതിയിലേക്ക് ആക്കിയെടുക്കുന്നത് എന്നുള്ളതൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഡീൽ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ഒരു എളുപ്പമായിരിക്കും. ഞാൻ എപ്പോഴും പറയും, ഒരു ഫങ്ഷനിങ് നാർസിസം എന്ന് പറയുന്നത് നമ്മളിൽ എല്ലാവരും ഉണ്ടാകേണ്ട ഒരു ഗുണമാണ്. ഇനി ഈ പറയുന്ന ആർഗ്യുമെന്റിലെല്ലാം നമ്മുടെ സൈഡിനെ ന്യായീകരിക്കാൻ വേണ്ടി നമ്മൾ പലരും എടുക്കുന്ന ഒരു സ്റ്റെപ്പ് തന്നെയാണിത്. പക്ഷെ ഇത് നമ്മളൊരു അബ്യൂസീവ് ലെവലിലേക്കോ വേറൊരാളെ ദ്രോഹിക്കുന്ന ലെവലിലേക്കോ വേറൊരാൾക്ക് പ്രശ്നമുണ്ടാകുന്ന ലെവലിലേക്കോ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ആർഗ്യുമെന്റിലേക്ക് വിൻ ചെയ്യാനായിട്ട്, അപ്പോൾ ഈ നാർസിസിസ്റ്റ് എങ്ങനെയാണ് ആർഗ്യൂ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തന്നെ ആർഗ്യുമെന്റിലേക്ക് കയറുമ്പോൾ പല കാര്യങ്ങളും ചെറുതായിട്ട് വേറൊരാളെ ഒന്ന് ബ്ലെയിം ചെയ്യും, സിറ്റുവേഷനെ ബ്ലെയിം ചെയ്യും. കാരണം നമ്മൾ ചെയ്ത കാര്യങ്ങളെ ഒന്ന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മറ്റേയാളെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വിടും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. നിങ്ങളെ ഒന്ന് ചെറുതായിട്ടൊരു ഹോസ്റ്റൈലാക്കി വിടുന്ന അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ പറഞ്ഞു എനിക്ക് വിഷമമായെന്നൊക്കെ പറഞ്ഞ് ഒഫൻഡഡ് ആയിട്ട് നമ്മൾ കുറച്ചൊക്കെ മാനിപ്പുലേഷൻസ് നമ്മളിങ്ങനെ യൂസ് ചെയ്യും. എന്നിട്ട് ചിലപ്പോൾ നമ്മുടെ ശബ്ദം ഒന്ന് ഉയർത്തും, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഡിസ്മിസ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. ഒരു ഫങ്ഷണൽ നാർസിസത്തിൽ നമ്മൾ ആർഗ്യുമെന്റ് വിൻ ചെയ്യാൻ വേണ്ടി പലരും ചെയ്യും. പക്ഷെ ഒരു വിക്ടിമായിട്ടുള്ള ആൾക്ക് ഇതൊന്നും ചെയ്യാനായിട്ട് വലുതായിട്ട് അറിയത്തില്ലായിരിക്കും. അവർ കൂടുതലും അവരുടെ ന്യായങ്ങളും നീതികളും ന്യായമായ ഫാക്ട്സുകളും നിരത്തിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ നല്ലപോലെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയുന്ന നാർസിസിന്റെ ആർഗ്യുമെന്റ്സ് വേറൊരു ലെവലിലേക്കാവും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതിന് മെയിൻ ആയിട്ടൊരു 4-5 കാര്യം നാർസിസിസ്റ്റ് ചെയ്യുന്ന. ഒന്നാമത്തത് എന്ന് പറയുന്നത് ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്നുള്ള രീതിയിലേക്ക് വരുന്നതാണ്. ബ്ലെയിം എന്ന് പറയുന്നത് അവർ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അവരുടെ സകല റോങ് ആയിട്ടുള്ള ഡൂയിങ്സിനെയും നമ്മളൊന്ന് പ്രസന്റ് ചെയ്യുമ്പോഴത്തേനും എവ്രിത്തിങ് അവർ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ മുകളിലേക്ക് എല്ലാ ബ്ലെയിമും വെക്കും. ആ ബ്ലെയിം എന്ന് പറയുന്ന ആ പെർട്ടിക്കുലർ കാര്യം നടന്നത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് എന്നുള്ളതാക്കി തീർക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കെപ്പോഴും ഓഫീസിൽ താമസിച്ചാണ് പോകുന്നത്. കാരണം ഇയാൾ ഒരു കാര്യവും വീട്ടിൽ ചെയ്യത്തില്ല. എല്ലാം ഈവൻ ഷൂസ് വരെ പോളിഷ് ചെയ്ത് ഞാൻ കൊടുക്കണം എന്നൊരു വിക്ടിം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു. അപ്പം നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരാൾ പറയുന്നത്, അതെന്തുകൊണ്ട് രാവിലെ എഴുന്നേക്കാൻ പറ്റാത്തതുകൊണ്ട്. അവളൊരു അരമണിക്കൂർ നേരത്തെ എഴുന്നേറ്റാൽ ചെയ്യാവുന്ന കാര്യമല്ലേ ഇതുള്ളൂ. അതല്ലാതെ സ്വന്തം ഷർട്ടിന്റെ കാര്യം നോക്കുന്നതും സ്വന്തം ഡ്രസ്സിന്റെ കാര്യം നോക്കുന്നതും സ്വന്തം ഷൂസിന്റെ കാര്യം നോക്കുന്നതും അവനവനാണ് എന്നുള്ള ആ സെൽഫ് റെസ്പോൺസിബിലിറ്റിയിലേക്ക് അവർ വരത്തില്ല. പകരം ഇങ്ങനെ ഒരു ബ്ലെയിം ഇടും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്നുള്ള രീതിയിലേക്ക് വരും. ഇത് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ആൻസർ പറയാൻ കാണത്തില്ല. കാരണം അവര് ബ്ലെയിം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അവർ വളരെ കാൽക്കുലേറ്റീവായിട്ടും എങ്ങനെ പോയാലാണ് എനിക്ക് ഇതിനകത്ത് കൺട്രോൾ കിട്ടുക എന്നുള്ള രീതിയിലുമാണ് ഇവർ പോവുക. സോ നാർസിസിസ്റ്റ് ഓൾവേസ് വാണ്ട്സ് കൺട്രോൾ, ഓൾവേസ് വാണ്ട്സ് ടു ലീഡ്, ഓൾവേസ് വാണ്ട്സ് ദ പവർ ഓവർ എനിബഡി ഹൂ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദം. അവരോട് അവരുടെ കൂട്ടത്തിലുള്ള, ഇപ്പോൾ വീട്ടിലാണ് വീട്ടിലെ മെമ്പേഴ്സ്, അല്ലെങ്കിൽ ഓഫീസിലാണ് ഓഫീസിൽ അവരുടെ കൊളീഗ്സ്, ഫ്രണ്ട്സിലാണ്, ഇതിലൊക്കെ എനിക്കൊരു കൺട്രോൾ വേണം എന്ന് ചിന്തിക്കുന്ന ആ രീതിക്ക് പ്രവർത്തിക്കുന്ന ആൾക്കാരാണല്ലോ നാർസിസിസ്റ്റിക് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഈ ബ്ലെയിം ചെയ്യുമ്പോഴും അവരങ്ങനെ കാൽക്കുലേറ്റീവ് ആയിട്ട് ചെയ്യത്തുള്ളൂ. അടുത്തത് എന്ന് പറയുന്നത് അവർ ട്വിസ്റ്റ് ദ ഫാക്റ്റിനെ എല്ലാം അവർ ട്വിസ്റ്റ് ചെയ്തിട്ട് അവർ ഗ്യാസ് ലൈറ്റ് ചെയ്യും. അതായത് നമ്മളോടൊരു കാര്യം പറയുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ മൂലമാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിലേക്ക് അവർ കംപ്ലീറ്റ് ആയിട്ട് ട്വിസ്റ്റ് ചെയ്യും. നീ ഇന്ന പ്രകാരമല്ലായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നന്നായി വരുമായിരുന്നു. നിനക്ക് ഇപ്പം ഞാൻ പറയാം, നമ്മുടെ വീട്ടിൽ കുട്ടികൾ പഠിക്കാനായിട്ട് കുറച്ച് പുറകോട്ട് പോവുമോ അല്ലെങ്കിൽ കുറച്ച് ഇതായിട്ട് കാണിക്കുമ്പോൾ, ഇപ്പോൾ വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡ് പറയുമ്പോഴത്തേനും, ഇപ്പോൾ ഹസ്ബൻഡ് പറയാന്ന് വെച്ചു കുട്ടികളെ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അവരുടെ പഠിത്തകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേനും എല്ലാ ഫാക്റ്റിനെയും ഇവർ ട്വിസ്റ്റ് ചെയ്യും. പഠിത്ത കാര്യത്തിലേക്കല്ലാതെ വേറെ ഇതിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ട്
നമ്മൾ പറയും അതെങ്ങനെയാണ്, എനിക്ക് കുട്ടികളുടെ കൂടെ ഇരിക്കാനായിട്ടൊരു നേരമുണ്ടോ, എനിക്ക് നേരം കിട്ടാറുണ്ടോ, നിങ്ങളല്ലേ പറഞ്ഞത് എന്നെ നിങ്ങളുടെ അമ്മയെ നിങ്ങൾ നീ ഇന്ന കാര്യം ശ്രദ്ധിക്കണം, അങ്ങനെ കാര്യം ശ്രദ്ധിക്കണം. അപ്പം ഞാൻ അവരെ ശ്രദ്ധിക്കാൻ പോകുന്നു, അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എൻ്റെ ഓഫീസിലെ കാര്യങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ ആരും എന്നെ സഹായിക്കാനില്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കുറച്ച് സമയം ഇതിലേക്ക് വന്നിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സമയം വന്നിരുന്നെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടി ഇതാക്കാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ഇവിടെ കൊണ്ടുവരാതിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ സമയം കിട്ടിയേനെ. നിങ്ങൾ നിങ്ങളുടെ ഓഫീസിലെ പണി വീട്ടിൽ വെച്ചിട്ട് ഇന്നതുകൊണ്ട് ഇതൊന്നും നമുക്ക് വലിയ ബാധകമാവുന്ന കാര്യങ്ങളല്ല. നമ്മുടെ ഹസ്ബൻഡ് അവരുടെ ഓഫീസിലെ പണി വീട്ടിൽ വന്നിരുന്ന് ചെയ്യുന്നത് കൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അപ്പോൾ ഹസ്ബൻഡ് സ്റ്റാർട്ട് ചെയ്തത്, ഈസ് ഇറ്റ് ബിക്കോസ് ഞാൻ എൻ്റെ ഓഫീസിലെ പണി ഇവിടെ വന്ന് ചെയ്യുന്നത് കൊണ്ടാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അതോ എൻ്റെ മദർ ഇവിടെ വന്ന് നിൽക്കുന്നത് കൊണ്ടാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ എന്തോ ചെയ്തിട്ടാണ് ഇതെല്ലാം വരുന്നത് എന്നുള്ള രീതിയിൽ ഒരു ഗ്യാസ് ലൈറ്റിങ് ഇവിടെ നമ്മൾ ഇവർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അടുത്ത ഒരു ആർഗ്യുമെന്റിൽ അവർ ചെയ്യുന്ന ഒരു കാര്യം, വിൻ ചെയ്യാൻ വേണ്ടി അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഡെലിബറേറ്റ് ആയിട്ട് നിങ്ങളെ അന്റാഗനൈസ് ചെയ്യും. അന്റാഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളെ ഹോസ്റ്റൈലാക്കും, നിങ്ങളെ വെറുപ്പിക്കും, നിങ്ങളെ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആക്കും. അപ്പം നിങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും നേരെ എടുത്തിട്ട് നിന്നോടൊന്നും ഒരു കാര്യം പറയാൻ പറ്റത്തില്ല, കണ്ടില്ലേ നിൻ്റെയൊക്കെ സ്വഭാവം കണ്ടില്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് ഈ ഹോസ്റ്റൈലാകുന്ന അതിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിട്ട് നമുക്ക് ആ ഒരു ഹോസ്റ്റലിറ്റിയിൽ അവരുടെ ആർഗ്യുമെന്റിനെ അവർ വിൻ ചെയ്യാനായിട്ട് നോക്കും. ഞാൻ എത്ര സമാധാനത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അങ്ങനെയല്ല, നീ ചൂടാകുന്നുണ്ടെങ്കിൽ നിനക്ക് തന്നെ അറിയാം നിൻ്റെ കയ്യിലാ കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നിന്നോടൊക്കെ ആരാ സംസാരിക്കാൻ വരുന്നത്, ഈ രീതിയിലൊക്കെ ആക്കിക്കൊണ്ട് നിങ്ങളെ ഹോസ്റ്റൈലാക്കുക. ഡെലിബറേറ്റ്ലി ആണ് നമ്മളെ അന്റഗനൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഹോസ്റ്റൈലാക്കുന്നത്. ആ ഹോസ്റ്റൈലാക്കിയിട്ട് അതിനകത്തുനിന്ന് ചിലപ്പോൾ അത് പിന്നെ ഫിസിക്കലായിട്ടുള്ള പുഷിങ്ങും പുള്ളിയും ഒക്കെ അതിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ആ രീതിയിൽ ഒരു ആർഗ്യുമെന്റിനെ കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ആർഗ്യുമെന്റ് വരുമ്പോഴത്തേനും ഞാൻ ഒഫൻഡഡ് ആയെന്ന് അങ്ങോട്ട് അഭിനയിക്കും. അതായത് നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് കൊണ്ടു, എൻ്റെ അഭിമാനത്തിൽ ക്ഷതമേറ്റു, ആ രീതിക്ക് എന്ന് പറഞ്ഞിട്ട് ഈ സാധനത്തെ എല്ലാം ട്വിസ്റ്റ് ചെയ്തിട്ട് ആ വഴിക്ക് നമ്മുടെ ആർഗ്യുമെന്റ്. അപ്പൊ നമ്മളിങ്ങനെ എങ്ങനെ ഞാനത് ഉദ്ദേശിച്ചല്ലോ പറഞ്ഞ്, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചല്ലോ പറഞ്ഞ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ന്യായീകരിക്കും. അപ്പം എവിടെയാണോ നമ്മൾ തുടങ്ങി വെച്ച ആർഗ്യുമെന്റ്, ഏത് സബ്ജക്റ്റിലാണോ ആ സബ്ജക്റ്റിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് ഇവർ കൊണ്ടുപോകും. അപ്പം നമ്മൾ ഈ ഒഫൻഡഡ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ ശരിക്കുമുള്ള ആ ഒരു പെർസീവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അവർ നമ്മളെ കൊണ്ട് പെർസീവ് ചെയ്യിക്കും, ഇന്നതാണ് ഇപ്പൊ ഇമ്പോർട്ടൻറ്റ്, നീ എന്നെ ഹേർട്ട് ചെയ്തു, നീ എന്നെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചു, നീ പറയുന്നതെല്ലാം എനിക്ക് വളരെ ദ്രോഹപരമായി വന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു, ഇങ്ങനെയൊക്കെ രീതിയിൽ ഞാൻ ഒഫൻഡഡ് ആയി, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ള രീതിയിലാക്കിയിട്ട് ഇതിനെ മുഴുവൻ ട്വിസ്റ്റ് ചെയ്ത് ആ വഴിയിലേക്ക് ഇവർ വിടുന്ന നമ്മൾ സാധാരണ കാണാറുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് അവരുടെ ബോഡി ലാംഗ്വേജ് ആണ്. അവര് ഒരു ആർഗ്യുമെന്റ് നമ്മൾ എടുത്തിട്ട് അവർ ലൂസ് ചെയ്യുമെന്ന് പറയുമ്പോൾ വളരെ ടൈറ്റ് ആയിട്ടുള്ള, വളരെ നമുക്ക് ഒരു കുറച്ച് ഫിയർ ഉണ്ടാക്കുന്ന രീതിയിൽ, നമുക്ക് അവരോട് അടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബോഡി ലാംഗ്വേജും എനർജിയും ഒക്കെ ഇവർ റേഡിയേറ്റ് ചെയ്യും ഈ ആർഗ്യുമെന്റിൽ തന്നെ. കാരണം ആർഗ്യുമെന്റിൽ നമ്മൾ വെക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് നമ്മുടെ തൊണ്ടവിരലും നമുക്ക് വാക്കുകൾ കിട്ടാതെ വരും. ആ രീതിയിലേക്കുള്ള നമ്മളെ പേടിപ്പിക്കുന്ന, നമ്മളെ ഒന്ന് ഭയപ്പെടുത്തി നിർത്തുന്ന ബോഡി ലാംഗ്വേജും ഈ ആർഗ്യുമെന്റ് രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ചില സമയത്ത് നമ്മൾ ആർഗ്യുമെന്റ് വരുമ്പോൾ ഇവർക്ക് വിൻ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർ പ്ലേസ് ചേഞ്ച് ചെയ്യും. അതായത് എവിടെ വെച്ചാണോ ആർഗ്യുമെന്റ് തുടങ്ങുന്നത് അവിടെ നിന്ന് അവർ മൂവ് ഔട്ട് ചെയ്തിട്ട് വേറൊരു പ്ലേസിൽ നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്കുള്ള പ്ലേസിലേക്ക് ഇവർ പതുക്കെ മൂവ് ചെയ്യും, ഫിസിക്കലി മൂവ് ചെയ്യും. അതായത് പുറത്ത് വേറെ ആരെങ്കിലും ഉണ്ട്, അവർ കേൾക്കാൻ നമ്മൾ താല്പര്യപ്പെടില്ല, അവർക്ക് കുഴപ്പമില്ല, അവർക്കറിയാം നമുക്ക് അവർ കേൾക്കുന്ന താല്പര്യമില്ല എന്ന് വരുമ്പോൾ അതിലേക്ക് അങ്ങോട്ട് അവർ മാറി പോയിട്ട് നമ്മുടെ ആർഗ്യുമെന്റിനെ അവരുടെ സൈഡിലേക്കായി വിൻ ചെയ്യാനായിട്ടുള്ള സാധ്യത അവർ ചെയ്യാറുണ്ട്. പിന്നെ അവർ യെല്ല് ചെയ്യുക, ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. നമ്മൾ ആ ആർഗ്യുമെന്റിനെ നമ്മളും പിന്നെ എല്ല് ചെയ്യണം. അപ്പം നമ്മൾ എല്ല് ചെയ്താൽ പിന്നെ ബ്ലെയിം അപ്പം തന്നെ അവർ എല്ലിങ് കുറയ്ക്കും. ഇവരെ എല്ലിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ ദേ സ്റ്റാർട്ട് എല്ലിങ്, നമ്മളും അതനുസരിച്ച് ഒച്ച കൂട്ടിക്കഴിഞ്ഞാൽ ആ എല്ലിങ് അവർ കുറച്ചിട്ട് നമ്മളാണ് ഒച്ച എടുക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഇവരെ എല്ലിങ്ങിനെ പേടിച്ചിട്ട് നമ്മൾ സൈലന്റ് ആകും. ഈ രീതിയിൽ ഇവർ ആർഗ്യുമെന്റ് ചെയ്യാറുണ്ട്. പിന്നെ വേറൊരു കാര്യം ഇവർ ചെയ്യുന്നത് സ്റ്റോം ഔട്ട് എന്ന് പറയുന്ന സാധനം, അതായത് ചവിട്ടി കൂലിക്ക് തകർത്ത് ഇറങ്ങി പോവുക. അതായത് അവർക്ക് മനസ്സിലാവും ഈ ആർഗ്യുമെന്റിൽ എനിക്ക് ഫാക്ട്സ് ഒന്നും പ്രസന്റ് ചെയ്യാനില്ല, സത്യമാണ് പറയുന്നത്. വിക്ടിം എപ്പോഴും ആ ആർഗ്യുമെന്റിൽ മോസ്റ്റ്ലി വിക്ടിം ആയിരിക്കും ശരി, പക്ഷേ
വിൻ ചെയ്യേണ്ടത് ഞങ്ങളാകണമെന്ന് നാർസിസിന് നല്ല ഇതുള്ളത് കൊണ്ട്, ബോധ്യമുള്ളത് കൊണ്ട് അവർ ഈ ട്രിക്കുകളെല്ലാം ഉപയോഗിക്കുന്നു. എന്നിട്ട് ഇവർ സ്റ്റോം ഔട്ട് ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ അവർ ചവിട്ടി കുലുക്കി ബഹളമൊക്കെ വെച്ചിട്ട് എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ എന്നാന്ന് വെച്ചാൽ ചെയ്തോളൂ, നിങ്ങളുടെ തോന്നിവാസത്തിനല്ലേ എല്ലാം നടക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ എന്ത് തോന്നിവാസം, ആരെന്ത്, ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞ് അതിലേക്ക് വന്നതല്ലേ ഉള്ളൂ. അവർക്ക് വിൻ ചെയ്യുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞിട്ട് വളരെ ദേഷ്യമൊന്നും അല്ല, അങ്ങനെ ദേഷ്യത്തിലാക്കിയിട്ട് ഇവർ ചവിട്ടി കുലുക്കി അങ്ങോട്ട് പോകുന്ന ഒരു രീതി ഇവർക്കുണ്ട്. അപ്പോൾ ഇവരുടെ ആർഗ്യുമെന്റിലേക്ക് ഇവർ കയറുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ തലയ്ക്കകത്ത് കറക്റ്റായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ എലമെന്റ്സും നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിൽ നിന്ന് നിങ്ങൾ നോക്കണം. എങ്ങനെയാണ് എൻ്റെ ഇതെല്ലാം ഒരാളിൽ പ്രസന്റ് ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ ചിലപ്പോൾ ആർഗ്യുമെന്റിൽ ഇവർ സൈലന്റ് ആയിട്ട് കംപ്ലീറ്റ് സൈലൻസിലേക്ക് പോവുമോ, എന്ത് കാര്യമായാലും നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. നിങ്ങളുടെ കൂടെയുള്ള ഒരു നാർസിസിക് ട്രെയ്റ്റ് ഉള്ള ആളുടെ ഈ ആർഗ്യുമെന്റ് ചെയ്യുമ്പോഴത്തെ സ്വഭാവം എന്താണെന്ന് നോക്കിയിട്ട് ആ എലമെന്റ്സിനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അപ്രോച്ചസിനെയാണ് നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അയാൾ അങ്ങനെ പറയുമെന്ന് എനിക്കറിയാം, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ബി ലിറ്റിൽ മോർ പ്രൊയാക്റ്റീവ്. ആസ് എ വിക്ടിം നമ്മൾ എപ്പോഴും പ്രൊയാക്റ്റീവ് ആയിരിക്കണം. റിയാക്റ്റീവായിട്ട് യാതൊരു കാര്യമില്ല. ഒരു കാര്യം നടന്നു കഴിഞ്ഞിട്ടല്ല നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യേണ്ടത്. അതിനു മുമ്പ് കുറച്ചൊന്ന് പ്രൊയാക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങളുടെ കൂടെ താമസിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന, നിങ്ങളുടെ കൂടെ മിങ്കിൾ ചെയ്യുന്ന, നിങ്ങൾ ഡേ ടു ഡേ കാണുന്ന ഒരു വ്യക്തിയിൽ ആർഗ്യുമെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അയാൾ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത്, അയാൾ ഇതിനകത്തൊക്കെ ഏതൊക്കെ കാര്യങ്ങളാണ് അയാൾ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങളുടെ ബിഹേവിയർ നിങ്ങൾക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ആ രീതിക്ക് മാത്രമേ നമുക്കൊരു നാർസിസിസ്റ്റിക് ട്രെയ്റ്റ് ഉള്ള ഒരാളെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മളെയാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണേ. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചില്ലേ ആരും വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നല്ല മനോഹരമായിട്ടും സന്തോഷമായിട്ടും അതുപോലെ തന്നെ സമാധാനമായിട്ടും പ്രോഗ്രസീവായിട്ടും ജീവിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. അന്ന് ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ.